എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SLC കുട്ടികളുടെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ 2 പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് പോർഷൻ കവർ ആകുന്നുണ്ട്. ഇന്നത്തെ 3ാമത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെക്കൻഡ് പോർഷനാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോകാം. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ 2ാമത്തെ പോർഷനാണ് ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ പുതിയ കോണളവുകൾ. നമ്മളിത് നോർമലി പഠിച്ചു വെച്ചേക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറഞ്ഞ പോർഷനിൽ പഠിച്ചു വെച്ചേക്കുന്നത് 30, 60, 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. വൺ ഓഫ് ദി ആംഗിൾ 90 വന്നാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ മട്ടത്രികോണമാണല്ലോ. വൺ ഓഫ് ദി ആംഗിൾ 90, ഒരു ആംഗിൾ 90യും ബാക്കിയുള്ളത് 30, 60 വരുന്നെങ്കിൽ അതിൻ്റെ റേഷ്യോ ആണ് 1:√3:2. ഓക്കെ, ഇനി 45, 45, 90, ഒരു ആംഗിൾ 90യും ബാക്കി 2 ആംഗിളും 45, 45 എന്നുള്ള രീതിയിൽ വന്നാൽ അതിൻ്റെ റേഷ്യോ ആണ് 1:1:√2. ഓക്കെ, അപ്പോൾ അതിനുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഇത് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് 30, 60, 90 എന്നുള്ള രീതിയിൽ ആംഗിൾസ് വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിളിന് ഓപ്പോസിറ്റുള്ളൊരു സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആംഗിളിന് ഓപ്പോസിറ്റുള്ളൊരു സൈഡ് നമുക്ക് അറിയത്തില്ല എങ്കിൽ ബാക്കി ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത്. ഇനി 30ക്ക് ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതിനെ √3 കൊണ്ട് ചെയ്യുമ്പം കിട്ടുന്ന ഉത്തരമാണ് 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത്. 30ക്ക് ഓപ്പോസിറ്റുള്ള എന്തെങ്കിലും തന്നാൽ 90 കാണാനും 60 കാണാനും ഒക്കെ നമുക്കറിയാം. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 30ലേക്ക് വരാനും 60ലേക്ക് പോകാനും ഒക്കെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിലുള്ളത് പറയുന്നത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഇനി 45, 45, 90 ആണെങ്കിൽ 90 എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് √2 ആണെങ്കിൽ 45ലേക്ക് വരാൻ 90 45ലേക്ക് വരാൻ ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ മതി. ഇനി 45 90ലേക്ക് പോകാൻ √2 ചെയ്താൽ മതി. അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ വൺ ഓഫ് ദി ആംഗിൾ 90 വരുന്നതിനാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളെന്ന് പറയാറ്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ആംഗിൾ 90 വരുമ്പം ബാക്കി 2 30യും 60യും എല്ലാ കേസിലും വരണമെന്ന് നിർബന്ധമുണ്ടോ? എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെയും വൺ ഓഫ് ദി ആംഗിൾ 90 ആണെന്ന് ഉറപ്പാണ്. ബാക്കി 2 30യും 60യും വരിക. സം ഓഫ് ദി ആംഗിൾസ് എന്ത് വന്നാൽ മതി? 180 വന്നാൽ മതി. ഒരെണ്ണം 90 വന്നാൽ റൈറ്റ് ആംഗിൾ ആയി. ബാക്കി 2 30, 60 വരണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പഠിച്ചേക്കുന്നത് വൺ ഓഫ് ദി ആംഗിൾ 90യും 30യും 60യും വന്നാലുള്ള റേഷ്യോ ആണ് ഈ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇനി 45, 45, 90, വൺ ഓഫ് ദി ആംഗിൾ 90യും ബാക്കി 2 ആംഗിൾ 45, 45 വരുന്നതിൻ്റെയാണ് നമ്മൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന ഈ ഒരു റേഷ്യോ. അതല്ലാത്തൊരെണ്ണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ വൺ ഓഫ് ദി ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ. ബാക്കി 2 ആംഗിൾ എന്ത് വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ബാക്കി 2 കൂട്ടുമ്പം 90 വന്നാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ 20യും ഇവിടെ 70യും വന്നുകൂടെ? 20 + 70 90 അല്ലേ? കൂട്ടുമ്പോൾ എന്ത് വന്ന്? 180 വന്ന്. വൺ ഓഫ് ദി ആംഗിൾ 90, ഒരു ആംഗിൾ 90 ആയതുകൊണ്ട് അതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യാം? വിളിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഈ 2 പോസിബിലിറ്റീസ് അല്ല, വേറെതും ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആ 2 മാത്രമല്ല. ഫസ്റ്റ് പോർഷനിൽ അത് 2നെ കണക്ട് ചെയ്തുള്ള പ്രോബ്ലംസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇത് ഇവിടോട്ട് വരുമ്പം ഇവിടെ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള ഒരാളെ തന്നാൽ ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഇവിടെയും 45, 45, 90ൽ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ പറ്റാതെ വരുന്ന കേസുകളുണ്ട്. വൺ ഓഫ് ദി ആംഗിൾ 90 വന്നിട്ട് ബാക്കിയുള്ള 2 ആംഗിൾ എന്ത് വേണമെങ്കിലും വരാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സും ഏതെങ്കിലും ഒരു വൈയും വരാം. 2 കൂട്ടുമ്പോൾ 90 വരണമെന്നേ ഉള്ളൂ, കാരണം ടോട്ടൽ 180 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നത്? ഓക്കെ, അതാണ് നമ്മൾ ഈ 2 അളവുകൾ, ഈ ആംഗിൾ റേഷ്യോ നമുക്കറിയാം, ആ ഒരു കണക്ഷൻ അറിയാം. അങ്ങനെ അല്ലാത്ത പ്രോബ്ലംസിൽ എങ്ങനെ ചെയ്യും? അതാണ് ന്യൂ മെഷർ ഓഫ് ആംഗിൾസ്, പുതിയ കോണളവുകൾ. പുതിയതായി കോണുകളൊക്കെ വേറെ രീതിയിലൊക്കെ വന്നാൽ എങ്ങനെ ചെയ്യും? എപ്പോഴും വൺ ഓഫ് ദി ആംഗിൾ 90 ആയിരിക്കും, കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 90 ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിനെ നമ്മൾ പറയുന്നതാണ് ഹൈപ്പോട്ടിനൂസ്. ഓക്കെ, ഇനി ഒരു ആംഗിൾ, ഇപ്പം ഏത് ആംഗിളും ആകാം, ഇതിപ്പോൾ എക്സ് ആകാം വൈ ആകാം, അത് ഒരു ക്വസ്റ്റ്യനെ ആശ്രയിച്ചിരിക്കും. ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലും 3 സൈഡുകളാണ്. ഒന്ന് ഹൈപ്പോട്ടിനൂസ്, മറ്റൊന്ന്
ഓപ്പോസിറ്റ്, മറ്റൊന്ന് അഡ്ജസെൻറ്റ്. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആരാ? അതെ, എക്സിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡാണ്. എ ബി സി എന്ന് പേര് കൊടുത്താൽ എക്സ് എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആരാ? എ ബി ആണ്. ഇതിനാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്. ഇത് ആരാണ്? ഹൈപ്പോട്ടനൂസിൻ്റെ മലയാളത്തിൽ പറയുന്നതാണ് കർണം. ഓപ്പോസിറ്റ് സൈഡ് എതിർവശം. ഇനി എക്സ് എന്ന് പറയുന്ന ആംഗിളിനോട് ചേർന്ന് 2 സൈഡുകളുണ്ട്. അതിൽ ഈ ഒരു സൈഡിനെ നമ്മൾ വിളിക്കുന്നതാണ് സമീപവശം, അല്ലെങ്കിൽ അഡ്ജസെൻറ്റ് സൈഡ്. അടുത്തുള്ള വശം എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര അടുത്ത സൈഡുകളുണ്ട്? എക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 2, ഓപ്പോസിറ്റ് ഇത് ഓക്കെ, പക്ഷെ എക്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന 2 സൈഡുണ്ട്. എ സി ഉണ്ട്, ബി സി ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ബി സിയെ നമ്മൾ അഡ്ജസെൻ്റ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, എടാ എ സിയും ബി സിയും എക്സുമായിട്ട് കണക്റ്റഡ് ആണ്, സമീപത്ത് കിടക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് ബി സിയെ തന്നെ അഡ്ജസെൻ്റ് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടനൂസ് ആണ്. ഓൾറെഡി 90ക്ക് ഓപ്പോസിറ്റ് വരുന്നതിനെ നമ്മൾ ഹൈപ്പോട്ടനൂസ് എന്നാണ് വിളിക്കുന്നത്. എ സി ഓൾറെഡി ഹൈപ്പോട്ടനൂസ് ആണ്. പിന്നെ അതിനെ ഹൈപ്പോട്ടനൂസിനെ പിന്നെ അഡ്ജസെൻ്റ് എന്ന് വിളിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിനെ അഡ്ജസെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയ? എടാ ഇനി ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലും കുറച്ച് അതിൻ്റെ ഹൈപ്പോട്ടനൂസും ഓപ്പോസിറ്റ് സൈഡും പിന്നെ അഡ്ജസെൻറ്റും ഒക്കെ ആയിട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസിനെയാണ് നമ്മൾ സൈന്, കോസ്, ടാൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അതിൻ്റെ സൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇപ്പോൾ അതെ 30, 60, 90 അവിടുത്തെ റേഷ്യോ 1:3:2 അല്ലേ? 45, 45, 90 ആണ് 1:1:2 അല്ലേ? അതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടനൂസ്, അഡ്ജസെൻറ്റ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് റേഷ്യോസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈന്, കോസ്, ടാൻ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ സൈനും കോസുമാണ് പഠിക്കുന്നത്. പിന്നെ ഇവർ 3 പേരും തമ്മിൽ കണക്ഷൻ ഉള്ളവരായതുകൊണ്ട് നമ്മൾ ഈ കൂട്ടത്തിൽ ഈ ടാനിനെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അനദർ മെഷർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വരുമ്പോൾ അവിടെയും ടാൻ നമ്മളൊന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് കൊണ്ട് അവിടെ വരുമ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകാൻ പറ്റും. മക്കളെടാ, ഒരു ട്രയാങ്കിളിൽ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനൂസുമായിട്ടുള്ള റേഷ്യോയെ കണക്ട് ചെയ്യുന്ന റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈൻ. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ സൈൻ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടനൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഹൈപ്പോട്ടനൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഒരു ട്രയാങ്കിളിലെ സൈൻ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ സൈൻ വാല്യൂ, ഏതെങ്കിലും ഒരു ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട സൈൻ വാല്യൂ കാണണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടനൂസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ സൈൻ എക്സ് എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട സൈൻ്റെ റേഷ്യോ ആണ് കാണേണ്ടതെങ്കിൽ, ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണേണ്ടതെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാന്ന് നോക്കുക. എക്സിൻ്റെ ഓപ്പോസിറ്റ് എ ബി ആണ്. എ ബി ബൈ അവിടുത്തെ ഹൈപ്പോട്ടനൂസ് ആരാണ്? ഹൈപ്പോട്ടനൂസ് ആ 90ക്ക് ഓപ്പോസിറ്റുള്ള വലിയ സൈഡാണ്. അല്ലെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റുള്ളതാണ് ഹൈപ്പോട്ടനൂസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതേതാണ്? എ സി ആണ്. എ ബി ബൈ എ സി. അപ്പം സൈൻ എക്സുമായിട്ട് ബന്ധപ്പെട്ട സൈൻ വാല്യൂ ആണ്. എ ബി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? എ സി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇത് ഓൾറെഡി അറിയാം 90 ആണെന്ന്. ഇനി വൈ എന്ന് പറഞ്ഞ ആംഗിൾ അറിയത്തില്ല. സൈൻ വൈ കാണാൻ, സൈൻ വൈ എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട സൈൻ്റെ റേഷ്യോ അല്ലെങ്കിൽ സൈൻ വാല്യൂ കാണണമെങ്കിൽ, സൈൻ റേഷ്യോ കാണണമെങ്കിൽ ആ വൈയുടെ ഓപ്പോസിറ്റ്. അപ്പം ഇത് അഡ്ജസൻ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. നമ്മളിവിടെ എക്സുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി വെച്ചേക്കുന്നതാണ് ഇതെല്ലാം, ഈ കാര്യങ്ങളൊക്കെ. ഹൈപ്പോട്ടനൂസ് മാറത്തില്ല, പക്ഷെ വൈയിലേക്ക് നമ്മുടെ കണ്ണ് ചെല്ലുമ്പം വൈ കാണണമെങ്കിൽ വൈയുടെ ഓപ്പോസിറ്റ് ആരാകും? അപ്പോൾ ഓപ്പോസിറ്റ് ആരായി മാറും? ബി സി ആയി മാറും. ബൈ അവിടുത്തെ ഹൈപ്പോട്ടനൂസ് അപ്പോഴും ആര് തന്നെ? 90ക്ക് ഓപ്പോസിറ്റുള്ള വലിയ, ആ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് തന്നെയാണ് എ സി തന്നെയാണ്. ഹൈപ്പോട്ടനൂസിന് മാറ്റമില്ല. പക്ഷേ വൈ എന്ന് പറയുന്ന ആംഗിളിലേക്ക് വരുമ്പം എതിർവശം ഇതായി മാറും, ഈ സൈഡായി മാറും. വൈയുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ഇതാണ് എതിർവശം. പിന്നെ ഹൈപ്പോട്ടനൂസ് അത് തന്നെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആകും. അപ്പം സൈൻ എക്സ് കണ്ടാണ് എഴുതിയേക്കുന്നത്, സൈൻ വൈ കണ്ടുപിടിച്ചത്. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് എന്നാണ്. എക്സുമായിട്ട് ബന്ധപ്പെട്ട സൈൻ വാല്യൂ കാണുമ്പോൾ ഓപ്പോസിറ്റ് എ ബി ബൈ ഹൈപ്പോട്ടനൂസ് എ സി. ഇനി വൈയുമായിട്ട് ബന്ധപ്പെട്ട സൈൻ വാല്യൂ കാണുമ്പോൾ ഓപ്പോസിറ്റ് ബി സി ബൈ
എന്താണ് ഹൈപ്പോട്ടനൂസ് CAC. കേട്ടോ, ഇത് അഡ്ജസൻ്റ് എന്ന് എഴുതിയേക്കുന്നത് എക്സോ ആയിട്ട് കണക്ട് ചെയ്താണ്. വൈ നോക്കുമ്പോൾ വൈ വിത്ത് റെസ്പെക്ട് വൈ, വൈയെ വെച്ച് ആലോചിക്കുമ്പം വൈയുടെ ഓപ്പോസിറ്റ് ആരാ? BC ആണ്. കേട്ടോ, അഡ്ജസൻ്റ് എഴുതിയേക്കുന്നത് ഡൗട്ട് വരരുത്, അത് എക്സോ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ എഴുതി പോയതാണ് നമ്മൾ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ കോസിന് അല്ലെങ്കിൽ കോസ് എന്താണെന്ന് പറഞ്ഞുതരാം. കോസ് എന്തിൻ്റെ റേഷ്യോ ആണെന്ന് പറഞ്ഞുതരാം. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ കോസ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൽ ഏതൊക്കെ സൈഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് കോസ് എന്ന് ചോദിച്ചാൽ അതിൽ അഡ്ജസൻ്റ് സൈഡിനെയും ഹൈപ്പോട്ടനൂസിനെയും എന്ന് വെച്ചാൽ അഡ്ജസൻ്റ് സൈഡിനെയും ഹൈപ്പോട്ടനൂസിൻ്റെയും കൂടെ റേഷ്യോ ആണ്, ഹൈപ്പോട്ടനൂസിൻ്റെയും കൂടെ റേഷ്യോ ആണ് എന്ത് പറയുന്നത്? കോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ കോസ് വാല്യൂ, ഇപ്പം എക്സ് എന്ന് പറയുന്ന ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുന്ന കോസിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ കോസ് എക്സ് കാണാൻ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻ്റ് സൈഡിനെ ഹൈപ്പോട്ടനൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ അഡ്ജസൻ്റ് ആരാ? സമീപത്താരാ? BC അല്ലേ? BC ബൈ ഹൈപ്പോട്ടനൂസ് ആരാ? AC ആണ്. ഓക്കെ, ഇനി കോസ് വൈയുമായിട്ട് ബന്ധപ്പെട്ട കോസ് വാല്യൂ കാണാൻ പറഞ്ഞാൽ ഇതേ, ഇപ്പോൾ വൈയുമായിട്ട് ബന്ധപ്പെട്ട കോസ് വാല്യൂ ആണെങ്കിൽ വൈ എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട കോസ് വാല്യൂ ആണ് അവിടെ ഇതേക്ക് തന്നെ അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. വൈയുടെ അഡ്ജസൻ്റ് ആരാ? ഇത് ഓൾറെഡി ഹൈപ്പോട്ടനൂസ് ആണ്, AC. ഹൈപ്പോട്ടനൂസ് AC ആണ്, അത് വലിയ സൈഡ് അല്ലെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, അത് ഫിക്സ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അഡ്ജസൻ്റ് ആരാ? വൈയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം BC എന്താണ്? ഓപ്പോസിറ്റ്. അഡ്ജസൻ്റ് അപ്പോൾ ആരാ വരുന്നത്? AB ആണ്, AB ബൈ AC. ഓക്കെ, ഇതാണ് എന്ത്? കോസ് എന്ന് പറയുന്ന ആ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ അഡ്ജസൻ്റ് സൈഡിനെ ഹൈപ്പോട്ടനൂസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു റേഷ്യോ ആണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ കോസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരാളെ കൂടെ പഠിക്കാനുണ്ട് നമ്മൾ, ടാൻ എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും സൈനും കോസും ടാനുമായി. ടാൻ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിലെ ടാൻ എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസൻ്റിനെയും കൂടെ കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു ടാൻ എക്സ്, അറിയാത്തൊരു ആംഗിൾ എക്സ് ആയിട്ട് ബന്ധപ്പെട്ട ടാനിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ആ എക്സിൻ്റെ ഓപ്പോസിറ്റിനെ അഡ്ജസൻ്റ് ഡിവൈഡ് ചെയ്യണം. ഓപ്പോസിറ്റ് ആരാണ്? എക്സിൻ്റെ ഓപ്പോസിറ്റ് AB ആണ്, AB ബൈ അഡ്ജസൻ്റ്. ഇത് ഓപ്പോസിറ്റ് ആണ്, ഇത് ഓൾറെഡി ഹൈപ്പോട്ടനൂസ് ആണ്, അപ്പോൾ അഡ്ജസൻ്റ് ആരാ? BC, AB ബൈ BC. അടുത്തത് ടാൻ വൈ എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട ടാൻ കാണണമെങ്കിൽ, ടാൻ്റെ വാല്യൂ കാണണമെങ്കിൽ അവിടെയും ഓപ്പോസിറ്റിനെ അഡ്ജസൻ്റ് ഡിവൈഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ആരാണ്? വൈയുടെ ഓപ്പോസിറ്റ് BC ആണ്, BC ബൈ. അടുത്ത് നോക്കുക, BC ആണ് വൈയുടെ ഓപ്പോസിറ്റ്. ഇനി അഡ്ജസൻ്റ് ആരാ? അഡ്ജസൻ്റ് വൈയുടെ അടുത്തുള്ള ആരാ? ഇത് ഹൈപ്പോട്ടനൂസ് ആണ്, അപ്പോൾ ഇതാ പിന്നെ അടുപ്പുള്ളത്, അപ്പോൾ AB ആണ്. ഓക്കെ, അപ്പം സൈനായി, കോസായി, ടാനായി. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് വെച്ചാൽ എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനൂസ്, സമീപവശം ബൈ കർണം. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്, എതിർവശം ബൈ സമീപവശം. ഇത് കണക്ട് ചെയ്യുന്നൊരു കോഡായിട്ട് വേണേൽ പഠിച്ചു വെക്കാം. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. സോ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. സോ അടുത്തത് ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അല്ലെങ്കിൽ ടോ ആണെന്ന് വല്ല ആലോചിച്ച് നോക്കുക. സോക്കാറ്റോ എന്നൊരു കോഡായിട്ട് ആലോചിച്ചാൽ മതി. സോക്കാറ്റോ എന്നോ അല്ലെങ്കിൽ സൊഗാട്ടോ എന്നൊക്കെ ആലോചിച്ച് വെക്കാം. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോക്കാറ്റോ അങ്ങനെ ഓർത്ത് വെക്കുക. സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്, കോസ് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനൂസ്, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സൈൻ കോസ് ടാൻ എന്ന് പറയുന്ന ആ റേഷ്യോകളെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട അതിനെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി കുറച്ച് കാര്യം കൂടെ ഇതൊന്ന് തുടച്ചിട്ടൊന്ന് പറയാം. മക്കളെ, നമ്മൾ
അപ്പോൾ സൈനും കോസും ടാനും ഒക്കെ പഠിച്ച് ആ റേഷ്യോസ് ഒക്കെ പഠിച്ച് ഇനി ഇവിടെ പഠിക്കേണ്ട റിസൾട്ടാണ് മക്കളെ സൈൻ ബൈ കോസ് എന്ന് പറയുന്നത് ടാൻ ആണ്. സൈൻ ബൈ കോസ് ഈക്വൽ ടു ടാൻ ആണ് എന്ന് പഠിച്ചു വെക്കുക. ആ റിസൾട്ട് പഠിച്ചു വെക്കുക. ചിലപ്പം സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെങ്കിൽ അത് ടാൻ എക്സ് ആണ്. സൈൻ വൈ ബൈ കോസ് വൈ ആണെങ്കിൽ ടാൻ വൈ ആണ്. പക്ഷേ സൈൻ ബൈ കോസ് എന്ത് വന്നാലും ടാൻ എന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. സൈൻ ബൈ കോസ് ടാൻ ആണെന്നല്ലേ? സൈൻ ബൈ കോസ് ഒന്ന് എഴുതി നോക്കാം. സൈൻ എന്ന് പറഞ്ഞാൽ ആരാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനൂസ് അല്ലേ? അപ്പോൾ സൈനിന് പകരം സാർ എഴുതുകയാണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനൂസ്. താഴെ കോസിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടിനൂസ്. ഇവിടെ ഇത് ഫ്രാക്ഷനാണ്, ഇതും ഫ്രാക്ഷനാണ്. അപ്പം തിരിച്ച് റെസിപ്രോക്കൽ എടുക്കാം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനൂസ് മുകളിലത്തെ ആളെ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കാം. അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടിനൂസിനെ തിരിച്ചിടുമ്പോൾ ഹൈപ്പോട്ടിനൂസ് ബൈ അഡ്ജസെൻ്റ് എന്ന് വരും. മുകളിലൊരു ഹൈപ്പോട്ടിനൂസ്, താഴെ ഹൈപ്പോട്ടിനൂസ്. ആൻസർ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ആരാ? അത് ടാൻ ആണ്. നമ്മൾ തെളിയിക്കുകയും ചെയ്ത് സൈൻ ബൈ കോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ടാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. റിസൾട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സൈൻ ബൈ കോസ് ടാൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ സൈൻ വൈ ബൈ കോസ് വൈ ആണെങ്കിൽ ഇവിടെ വരുന്നതിന് ഇവിടെ വരണം. സൈൻ വൈ ബൈ കോസ് വൈ ആണെങ്കിൽ ടാൻ വൈ, അങ്ങനെയൊക്കെ എഴുതാം. ഇതാണ് കാരണം. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിൻ്റെ ആൻസർ കിട്ടും? ടാൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഒരു ടേബിളൂടെ പഠിക്കണം. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞൊരു ടേബിൾ, ഈ ഒരു ടേബിൾ പഠിച്ച് വെച്ചേക്കണം. നമ്മുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ 1 ഡിഗ്രി മുതൽ 89 ഡിഗ്രി വരെയുള്ള സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ വാല്യൂസ് എന്ന് വെച്ചാൽ ടാൻ 1 ഡിഗ്രി മുതൽ ടാൻ 89 ഡിഗ്രി വരെ, അല്ലെങ്കിൽ സൈൻ 1 ഡിഗ്രി മുതൽ സൈൻ 89 ഡിഗ്രി വരെ, കോസ് 1 ഡിഗ്രി മുതൽ കോസ് 89 ഡിഗ്രി വരെയുള്ള വാല്യൂസ് എന്ന് വെച്ചാൽ കോസ് 30യുടെ വാല്യൂ എത്രയാണ്, കോസ് 35 എത്രയാണ്, എല്ലാം 1 മുതൽ 89 വരെയുള്ള എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് ആ ടേബിളിൻ്റെ അകത്ത്. നിങ്ങൾ പേടിക്കാൻ വേണ്ട. എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ തൊട്ട് താഴെ ഒരു ഹിൻഡ് പോലെ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ആംഗിൾ തന്നിരിക്കും. ഇപ്പോൾ 40യുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പ്രോബ്ലമാണ് ചെയ്യുന്നതെങ്കിൽ കോസ് 40 ആണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നതെങ്കിൽ അവർ കോസ് 40യും സൈൻ 40യും ടാൻ 40 എല്ലാം തരും. ഓക്കെ, അപ്പം അതുകൊണ്ട് 1 മുതൽ 89 വരെയുള്ള വാല്യൂസിൽ പഠിച്ചു വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിൽ നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ട ഒരു 3 ആംഗിൾസ് ഉണ്ട്, 30, 45, 60. അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതൊന്ന് അറിഞ്ഞിരിക്കണം. അത് സിമ്പിളാണ് പഠിക്കാൻ. കാരണം ചിലപ്പോൾ ഈ 3 വാല്യൂസൊക്കെ തരുന്ന കേസുകളിൽ അവർ ചില സമയത്തൊക്കെ ഹിൻഡിൽ തരാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 30ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ, ഇപ്പോൾ സൈൻ 30 ആയിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ 1/2 ആണ് അല്ലെങ്കിൽ 0.5 ആണെന്നൊന്നും അവർ തരാത്ത ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 30, 45, 60 ഒരു 3 ആംഗിൾ പഠിച്ചു വെച്ചേക്കുക. ഇത് ടെക്സ്റ്റിൽ ടേബിളായിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ തരാം, ചിലപ്പോൾ തരാതെ ഇരിക്കുക. അതുകൊണ്ടാണ് 30, 45, 60 അതൊന്ന് പഠിക്കുക. ബാക്കി ഏത് വന്നാലും നമുക്ക് തന്നിരിക്കും. ഓക്കെ, അപ്പം റേഷ്യോ സൈൻ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയുടെ 30യുടെ വാല്യൂ സൈൻ 30, സൈൻ 30 എന്ന് പറയുന്ന ആംഗിളിൻ്റെ വാല്യൂ ആണ് 1/2. സൈൻ 45ൻ്റെ വാല്യൂ ആണ് 1/√2. സൈൻ 60യുടെ വാല്യൂ ആണ് √3/2. ഓക്കെ, നമുക്കിത് 30, 45, 60 ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 30, 60, 90 പഠിച്ചു. 45, 90 പഠിച്ചിട്ടുണ്ട്. സൈൻ 30 എന്ന് പറയുന്ന ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട സൈൻ വാല്യൂ, സൈൻ എങ്ങനെ കാണുന്നത്? സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്നല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ 30 കാണണമെങ്കിൽ, സൈൻ 30 കാണണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സാളിനെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 30യുടെ ഓപ്പോസിറ്റ് ആരാ? 1. സൈൻ 30 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 30യുടെ ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ടനസ് 2, 1/2. വരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടും 30, 1/2. സൈൻ 30, 1/2. ഇനി സൈൻ 45 കാണണമെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിളിലോട്ട് നോക്കണം. ഇവിടെ നോക്കിയാൽ സൈൻ 45 എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. 45ൻ്റെ ഓപ്പോസിറ്റ് ആരാടാ? 45ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ് ബൈ ഹൈപ്പോട്ടനസ് ആരാ? √2, 1/√3. ഇനി ഈ 45 നോക്കുന്നതെങ്കിലും ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടനസ് 90ക്ക് ഓപ്പോസിറ്റുള്ള വലിയ സൈഡ് √2, 1/√2. ഇനി സൈൻ
60 കാണുമ്പോൾ 60 കണ്ടാൽ സൈൻ 60 നോക്കുക, ഓപ്പോസിറ്റ് ബൈ സൈൻ്റെ റേഷ്യോ ആണ്, ഓപ്പോസിറ്റിനെ ഹൈപ്പോട്ടനൂസിനെ ഡിവൈഡ് ചെയ്താൽ സൈൻ, അതിനാണ് സൈൻ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെ സൈൻ എന്ന് പറയുന്നത്. അപ്പം 60 കാണാൻ ഓപ്പോസിറ്റ് √3 ബൈ ഹൈപ്പോട്ടനൂസ് ആരാ 2, √3/2. ഇതുപോലെ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? കോസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, cos 30. കോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് എന്താണ്? കോസ് ഈസ് ഈക്വൽ ടു അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്ന, അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പ്. സോക്കാറ്റോ എന്നല്ലേ കോഡ് പഠിച്ചേക്കുന്നത്. അപ്പം കോസ് 30യുടെ വാല്യൂ കാണാൻ, കോസ് 30 കാണാൻ 30 ഇതാണ് അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. 30യുടെ അഡ്ജസെൻ്റ് ആരാ? 30ക്ക് 2 പേരുണ്ട് അഡ്ജസെൻറ്റ്. ഈ സൈഡും ഈ ആംഗിൾ വരാണ്ട് ഈ 2 ലൈനുകളാണ് കാരണമായത്. അപ്പോൾ ഈ വരയും ഇപ്പുറത്തൂടെ പോകുന്ന വരയും അഡ്ജസെൻറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ വര 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടനസ് ആണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് അതിനെ അഡ്ജസെൻ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അഡ്ജസെൻറ്റ്. അപ്പോൾ 30യുടെ അഡ്ജസെൻ്റ് ആരാ? 30 എന്ന് പറയുന്ന ആംഗിൾ കോസുമായിട്ട് ബന്ധപ്പെട്ട് 30യുടെ കോസ് വാല്യൂ കാണണമെങ്കിൽ അഡ്ജസെൻറ്റിനെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഡ്ജസെൻറ്റ് √3/2. മനസ്സിലാകുമ്പോൾ സിമ്പിളാണ്. ഞാൻ വിശദമായിട്ട് പറയുന്നത് ടൈം എടുക്കുന്നത്. കോസ് 45 കാണാൻ 45 അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. അഡ്ജസെൻറ്റ് ആരാ? 45ൻ്റെ അഡ്ജസെൻറ്റ് 1 ആണ്. ഹൈപ്പോട്ടനൂസ് √2, 1/√2. അടുത്തത് കോസ് എത്രടാ? 60 ആണ്. 60 കാണാൻ അവിടെയും അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. അഡ്ജസെൻറ്റ് ആരാ? 1/2. അതാണ് ഈ കിടക്കുന്നത്. ഇനി ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ എന്താണ്? അഡ്ജസെൻ്റ് ആണ്. അഡ്ജസെൻറ്റ് സോക്കാറ്റോ എന്ന കോഡ്. അപ്പം ടാൻ എത്ര കാണണം? 30 കാണണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. 30യുടെ ഓപ്പോസിറ്റ് ആരാ? 1 ബൈ അഡ്ജസെൻറ്റ്. 30യുടെ അഡ്ജസെൻറ്റ് ആരാടാ? √3 അല്ലേ? 1/√3. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. അടുത്ത ടാൻ 45 എന്ന് പറയുന്നത് 45 അവിടെയും ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. 45ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 1 ബൈ അഡ്ജസെൻറ്റ് ആര് തന്നെ? 1 ആണ്. 1/1 ആൻസർ 1. 1. ഇനി അടുത്തത് ടാൻ 60 എന്ന് പറയുന്നത് ടാൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്. ഓപ്പോസിറ്റ് ആരാ? √3 ബൈ അഡ്ജസെൻറ്റ് 1 ആണ്. √3/1ൻ്റെ ആൻസർ എത്ര? √3. അപ്പോൾ അതെല്ലാം കിട്ടി. ഇങ്ങനെയും കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അങ്ങ് പഠിച്ചു വെച്ചാലും മതി. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വരച്ച് വേണേൽ പെട്ടെന്ന് എഴുതാം, സ്പീഡിൽ എഴുതാൻ പറ്റും. നിങ്ങൾ ഒന്ന് വരച്ച് പഠിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ പഠിച്ചു വെച്ചാലും മതി. സൈൻ ശ്രദ്ധിച്ച് പഠിച്ചാൽ, സൈൻ മാത്രം പഠിച്ചാൽ ബാക്കിയെല്ലാം സിമ്പിളായിട്ട് കിട്ടും. എങ്ങനെയാണെന്ന് സാറ് പറഞ്ഞുതരാം. ഒരു ട്രിക്കാണത്. ഇത് കറക്റ്റ് മതി. ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. സൈൻ 30 1/2 1/√2 √3/2. അത് പഠിച്ചു വെക്കുക. 1/2 1/√2 √3/2 1/2 1/√2 √3/2. ഈ സാധനമില്ലേ സൈൻ അങ്ങോട്ട് എഴുതിയേക്കുന്ന തിരിച്ചെഴുതിയേക്കുന്നതിലടാ കോസ് 1 2 3. ഈ ഓർഡർ തിരിച്ചെഴുതിയാൽ ആദ്യം √3/2, പിന്നെ അങ്ങോട്ട് എഴുതിയത് തിരിച്ച് ഇങ്ങോട്ട് എഴുതുന്നു. ആദ്യം √3/2, പിന്നെ രണ്ടാമത് ഇത് 1/√2. അടുത്തത് ഇവിടെ ആദ്യം എഴുതിയ അവിടെ ലാസ്റ്റ്. ഈ സാധനം നേരെ തിരിഞ്ഞ് നോക്കിയാൽ മതി. ഇനി സൈൻ ബൈ കോസ് ചെയ്യുമ്പോൾ ടാൻ കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ ഒരു സംഭവം തെളിയിച്ചായിരുന്നു. സൈൻ ബൈ കോസ് പറഞ്ഞു തന്ന ഇവിടെ എങ്ങനെയാണ് വരുന്നത് കാണിച്ചത്. സൈൻ ബൈ കോസ് ടാൻ ആണ്. അപ്പം സൈൻ 30 ബൈ കോസ് 30. ടാൻ 30യുടെ വാല്യൂ 1/√3. ടാൻ 30 കാണണമെങ്കിൽ സൈൻ 30 ബൈ കോസ് 30 ചെയ്താൽ പോരെ? അങ്ങനെയും കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ സൈൻ 30 എത്ര? 1/2. 1/2 ബൈ കോസ് 30 എത്ര? √3/2. ഇവിടെ 2 ക്യാൻസൽ. ആൻസർ 1/√3. അതാണ് ഈ കിടക്കുന്നത്. അതുപോലെ ഇവിടെ ടാൻ 45 കാണാൻ സൈൻ 45നെ കോസ് 40 ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ 1/√2 ബൈ 1/√2 1/√2 ബൈ 1/√2 √2 ക്യാൻസൽ. 1/1 ആൻസർ 1. അതുപോലെ 60 കാണാൻ സൈൻ 60യെ കോസ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ 60 കിട്ടും. √3/2 ബൈ 1/2 2 ക്യാൻസൽ ആയാൽ √3/1 എന്ന് കിട്ടും. അതാണ് √3. ഓക്കെ, അങ്ങനെയും ചെയ്യാം. സൈൻ പഠിച്ചു വെക്കുക. തിരിച്ചെഴുതുമ്പോൾ കോസ് ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് ഇവർ രണ്ടുപേരും ഈ കോളങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം 2 ക്യാൻസലായി 1/√3 കിട്ടും. ടാനായി. ഈ രണ്ട് കോളങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പം √2 ക്യാൻസലായി 1/1 ആൻസർ 1.
അടുത്ത ഈ 2 കോളം ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസലായി. ഉത്തരം √3/1 അത് √3 ആണ്. ഓക്കെ, ഇങ്ങനെയും പഠിച്ചു വെക്കാം. അപ്പം ഏകദേശം ആ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സംഭവം കാര്യങ്ങൾ തറവാകും. ഓക്കെ.